തലേദിവസത്തെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റത്തെ ദിവസം ചൂടാക്കി കഴിക്കാൻ മടിക്കുന്ന മലയാളികളുടെ അടുത്തേക്കാണ് കേട്ടോ ടേസ്റ്റി നിബിൾസ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റുകളായിട്ട് വന്നത്. 2 കൊല്ലത്തോളം നിൽക്കുന്ന ചിക്കൻ കറി, മട്ടൻ കറി, അവിയൽ, സാമ്പാർ, തേങ്ങാച്ചോറ്, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഒരു ട്രെൻഡായിട്ടോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എടുത്ത് അത് പ്രൊമോട്ട് ചെയ്യുന്നു. പുറത്തേക്ക് പോകുന്നവരൊക്കെ പെട്ടിക്കണക്കിന് ടേസ്റ്റി നിബിൾസിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ 25% ഓഫോട് കൂടി ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി ഇതങ്ങ് മേടിച്ചു. ഇത് 3 മിനിറ്റ് ഇത് പാക്കറ്റോട് കൂടി മൈക്രോവേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടും എടുക്കാം. ഒരു 3 മിനിറ്റ് ചൂടാക്കുമ്പോൾ തന്നെ ഈ സംഭവം റെഡി ആവും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേ. ഈ കുറിച്ചായ പോലെ സാധനത്തിനാണ് 225 രൂപ മതിട്ടാ. വീട്ടിലെ ഇതിൽ നല്ല ബട്ടർ ചിക്കൻ നമുക്ക് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കട്ടാ. ടേസ്റ്റ് നോക്കട്ടെ അറ്റ്ലീസ്റ്റ്. ഇത്രയായിട്ടാണ് ഉള്ളത്. അതിൽ കിടക്കുമ്പോൾ അറിയണ്ടായിരുന്നില്ല. അത് നമ്മളൊരു ബൗളിലേക്ക് ആക്കിയപ്പോൾ അത് ഇത്രയാണ് ഉള്ളത്. എങ്ങനെയുണ്ട്? അതെ, സാധനം പറഞ്ഞോട്ടെ. ടേസ്റ്റ് ഉണ്ടാ? ടേസ്റ്റ് ഉണ്ട്. അത് മാത്രല്ല ചിക്കനോ? ചിക്കൻ സൂപ്പറായിട്ട്, അതിന് ഭയങ്കര സോഫ്റ്റാ. ഞാൻ വിചാരിച്ചു ഇത്രയും നാളൊക്കെ ഇരിക്കേണ്ട സാധനല്ലേ, ഭയങ്കര ഹാർഡായിരിക്കും വിചാരിച്ചു. പക്ഷെ ഭയങ്കര സോഫ്റ്റ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റും എന്താ പറയാ, മറ്റേ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആവും. നോർത്ത് ഇന്ത്യൻ അല്ല, നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കഴിക്കണ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ ഇവിടെ ഉണ്ടാക്കണ പോലത്തെ ബട്ടർ ചിക്കൻ തന്നെ, പക്ഷെ കുറച്ചുകൂടി റിച്ച് പോലെ ഫീൽ ചെയ്യുന്നു കേട്ടോ. 225 രൂപയ്ക്കുള്ള മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ വേറെ മാർഗ്ഗമൊന്നുമില്ല കിട്ടാൻ എന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചു കൊണ്ടുപോകാം. ടേസ്റ്റ് അടിപൊളിയാണേ.